എല്ലാവരും ദിലീപേട്ട ഔട്ടായി എന്ന് പറഞ്ഞാൽ, പക്ഷെ അതൊരു വൻ തിരിച്ചുവരവാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പടത്തിലാണ് മിക്ക നായികമാരും പിറക്കുന്നത്. അത് ഇതിലൊരു വമ്പൻ നായിക. എൻ്റെ പൊന്നെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണ്. നമ്മളൊരു പഴയ ദിലീപില്ലേ, ആ ഒരു ദിലീപ് തിരിച്ചു വന്നിട്ടാണ്. കിട്ടില്ല കോമഡിയുടെ ഒരു രക്ഷയില്ല. കാരണം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ തിയേറ്ററിനകത്ത് ചിരിയാണ്. കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് സിനിമ പറയാനുണ്ടോ? ഉറപ്പായിട്ടും അതെ. നമ്മളെല്ലാവരും ദിലീപേട്ടന് വേറൊരു മുഖമാണ്. എല്ലാവരും പഴഞ്ചൻ എന്നല്ലേ പറയാം. പഴയ കോമഡിയാണ്, ഡബിൾ മീനിങ് കോമഡിയാണ്. പക്ഷെ ഇതൊന്നും അല്ല. എന്റർടൈൻമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്റർടൈൻമെന്റ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത്തിരി ഇമോഷണൽ ആണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ബെസ്റ്റ് പടം തന്നെയാണ്. എന്തായാലും കൊള്ളാം. ദിലീപേട്ടന്റെ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ്. കുറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു മെസ്സേജ് ഉള്ള മൂവി എന്താ പറയാ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ പടം നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾക്കിട്ടുള്ളൊരു ഉപദേശം കൂടി അതിൻ്റെ അകത്തുണ്ട്. ദിലീപൊക്കെ നല്ല പെർഫോമൻസ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ ശരിക്കും ചിരിച്ചു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊന്ന് മുമ്പത്തെ പടങ്ങളെക്കാട്ടിയും ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സിദ്ദിഖായിരുന്നാലും ബിന്ദു ചേച്ചി ആയിരുന്നാലും പിന്നെ മഞ്ജു ചേച്ചി ഒന്നും ഒരു രക്ഷയില്ല. നന്നായിട്ട് തന്നെ മഞ്ജു പിള്ളയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ സിനിമയായിരുന്നു. ഫാമിലി സൂപ്പറായിരുന്നു. നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ദിലീപിന്റെ ഒരു ഫാമിലി മൂവി. കുറേ നാളിന് ശേഷം നമ്മൾ ദിലീപിന്റെ ഫിലിം കാണാനിരുന്നില്ലേ, അതേ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ബ്രേക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു തിരിച്ചു വരവ് പോലെ തോന്നുന്നുണ്ട്. ദിലീപിന്റെ പടം നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിലേക്ക് വന്നു. അതെ അതെ കൊള്ളാം, നമുക്ക് ഇഷ്ടമായി. കുറെ നാൾക്ക് ശേഷം ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള അധികം ഓവർ ആക്കാതെ ഒരു മീഡിയം ലെവലിൽ ചെയ്ത ഒരു പെർഫോമൻസ് എന്ന് പറയാം. കഥയുണ്ട്, എന്താണ് ഫാമിലി സ്റ്റോറിയാണ്, കോമഡിയാണ്, എല്ലാം കൊണ്ട് ഒരു പഴയ ഒരു ശൈലിയാണ് ദിലീപേട്ടൻ പിന്തുടരുന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. എൻറ്റയർലി ഡിഫറെന്റ് തോട്ട്സ് ആണ്. നല്ലൊരു ചിത്രം. ദിലീപേട്ടന്റെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ജനപ്രിയ നായകന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. ദിലീപിന്റെ എല്ലാം വന്നിട്ടുണ്ട്. കോമഡിയാണ്. പിന്നെ ലാസ്റ്റ് ഇമോഷനൊക്കെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ നല്ല ഇമോഷൻ കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോണ്ടിരിക്കാം. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. സോഷ്യൽ മീഡിയ പറ്റിയുള്ളതല്ലേ, അത് കൊള്ളാം. പടം കൊള്ളാം. നമുക്ക് ആവറേജ് കണ്ടോണ്ടിരിക്കാം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പടം നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. മോശമൊന്നും അല്ല, നല്ലൊരു തിരിച്ചുവരവ് തന്നെ ദിലീപിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുരം പടം, കുഴപ്പമില്ല. ഒറ്റക്കൊള്ളോ? അല്ല, മോളുണ്ട്. മോളെ ഏത് ക്ലാസ്സിലാ? മക്കളൊക്കെ എത്രയായി? അങ്ങനെ കല്യാണം ആയിട്ടില്ല. അതെയാ? കല്യാണ പ്രായം പിള്ളേരാ? അല്ല, എന്റെ കല്യാണം ആയിട്ടില്ല.